ഹലോ, ഇന്ന് ബീഫ് റോസ്റ്റിനോട് കട്ടയ്ക്ക് നിൽക്കുന്നൊരു ഐറ്റം ഉണ്ടാക്കിയല്ലോ, സോയാബീൻ റോസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റമായ സോയാബീൻ. അപ്പോൾ അതിനായി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി പൊടി നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. പൊടി ഇപ്പോൾ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അപ്പോഴേക്കും സോയാബീനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാകും. അതിനുശേഷം വെള്ളമെല്ലാം വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സോയാബീൻ്റെ വെള്ളമെല്ലാം വറ്റി കളറെല്ലാം മാറി നല്ല അടിപൊളി സോയാബീൻ റോസ്റ്റഡ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.